ഇരവിപുരം സീറ്റുമായി ബന്ധപ്പെട്ടുള്ള തർക്കം അവിടെ വലിയ തോതിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട RSP രണ്ട് വിഭാഗമായി മാറിയിട്ടുണ്ട്. കൊല്ലത്ത് 3 മണ്ഡലങ്ങളാണ്, ചവറ, ഒപ്പം കുന്നത്തൂർ, കൂടാതെ ഇരവിപുരം. ഇവിടെ കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും ചവറയിൽ ഷിബു ബേബിജോടും മത്സരിക്കുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇരവിപുരത്ത് NK പ്രേമേന്ദ്രൻ്റെ മകനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം ഉന്നയിച്ചിട്ടുണ്ട്. പ്രേമേന്ദ്രനും ഇതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ജില്ലാ കൗൺസിലിൽ അടക്കം ഈ വിഷയത്തിൽ തീരുമാനമായിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ ചില RYF നേതാക്കളെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനീഷ് വിവരങ്ങളുമായി ചേരും. വിനീഷ്, രണ്ടായി ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്ന RSP ആണ് നമ്മൾ കാണുന്നത്. പ്രേമേന്ദ്രൻ കൂടി ഈ വിഷയത്തിൽ മകനെ മത്സരിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണോ? RSPയുടെ ആക്ടിംഗ് സെക്രട്ടറി അടക്കം ഇതിനോട് യോജിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്, അസീസ് അടക്കം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ നിലവിൽ അവസാന പട്ടികയിൽ 2 പേരുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അഡ്വക്കേറ്റ് MS ഗോപകുമാർ, അതുപോലെ തന്നെ കാർത്തിക് പ്രേമചന്ദ്രന്റെ മകനാണ്. നിലവില് അഡ്വക്കേറ്റ് MS ഗോപകുമാറിനെ അനുകൂലിച്ച് ഒരു വിഭാഗം രംഗത്തുണ്ട്. അതുപോലെ തന്നെ ഈ പ്രേമചന്ദ്രന്റെ മകനെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അടക്കം രംഗത്തുള്ള സാഹചര്യമുണ്ട്. അപ്പൊ എന്തായാലും ഇത് നിലവിൽ ഈ ഒരു പ്രശ്നത്തിൽ ഒരു തീരുമാനമാകാത്തതിനെ തുടർന്നാണ് ഇന്ന് നടക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ ഇതിന്റെ ഒരു അന്തിമ തീരുമാനം ആയി മാറുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതിൽ ആര് മത്സരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഈ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഒരു തീരുമാനമാകും. അതുപോലെ തന്നെ ഇരവിപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയാണ് കൗൺസിൽ യോഗത്തിലും നേരത്തെ തീരുമാനമായിരുന്നില്ല. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കെല്ലാം വേദിയായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അന്തിമ തീരുമാനത്തിനായി സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഈ ഒരു വിഷയം വിട്ടത്. മണ്ഡലത്തിൽ തന്നെ കമ്മിറ്റിയിൽ, അവരുടെ മണ്ഡലം കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് അടക്കം നടത്തിയിരുന്നു. അതിൽ മണ്ഡലം സെക്രട്ടറി, RSPയുടെ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന N നൌഷാദിന് വലിയ മുൻതൂക്കമൊക്കെ ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നൊന്നും അങ്ങോട്ട് നൌഷാദിന്റെ പേരുകളൊന്നും തന്നെ ഉയർന്നു വന്ന സാഹചര്യവും ഇല്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ അന്തിമ പട്ടികയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പേരുകളാണുള്ളത്, ഗോപകുമാറിന്റെയും കാർത്തിക് പ്രേമചന്ദ്രന്റെയും. അപ്പോൾ ഇവരിൽ ആര് മത്സരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് ഒരു ധാരണയാവും രഞ്ജിത്ത്. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.